യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യും. പെസഹാകാലം 5-ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനഭാഗം സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞു വയ്ക്കുക. യേശുക്രിസ്തു തൻ്റെ സ്നേഹത്തെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനഭാഗമാണ്. പറയുന്നത് പ്രകാരമാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇന്നത്തെ 1-ാം വായന നാം വായിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കെന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത് അത്രമാത്രമാണ്: ഞാൻ എൻ്റെ സ്നേഹം എല്ലാവർക്കും നൽകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു വ്യത്യാസവും കൂടാതെ ഞാൻ എല്ലാവർക്കും തുല്യമായ രീതിയിൽ സ്നേഹം നൽകുന്നു എന്ന് പറയുന്നു. യേശു സ്നേഹിക്കുന്നവരും യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുമാണ് ഇവിടെ സ്നേഹിതന്മാർ എന്ന് പറയപ്പെടുക. ഇത് രണ്ടും തലങ്ങളാണ്. ഒന്നാമതായിട്ട് ചിലർ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ യേശു സ്നേഹിക്കുന്ന വ്യക്തികൾ അധികം പേരാണ്. യേശുവിനെ സ്നേഹിക്കുന്നവരും ഉണ്ടാകാം, യേശുവിനെ സ്നേഹിക്കാത്തവരും യേശുവിൻ്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ നമുക്ക് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളും ഇതുപോലെ ചെയ്യുക. ഞാൻ എല്ലാവരെയും ഒരുപോലെ കണ്ടു, എല്ലാവരെയും സ്നേഹിച്ചു എന്നതുപോലെ ആകണം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റം അറിയുവാനായിട്ട്. ഞാനും ഇതുപോലെ യേശുക്രിസ്തുവിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു സ്നേഹത്തിന് കീഴിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഈ സ്നേഹത്തിന് കീഴിൽ നിന്നുകൊണ്ട് നമുക്കും എല്ലാവരെയും, നമ്മുടെ ഭവനങ്ങളിലുള്ള ഓരോ വ്യക്തികളും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന, പിരിഞ്ഞു നിൽക്കുന്ന ഒത്തിരി അനേകം പേരുണ്ട്. അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക. അതായത് കുടുംബ ജീവിതത്തിൽ തന്നെ ആദ്യം നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ചില ഭാര്യയോട് മിണ്ടുന്നില്ല, ഭർത്താവിനോട് മിണ്ടുന്നില്ല, മക്കളോട് മിണ്ടുന്നില്ല, അപ്പനമ്മമാരോട് മിണ്ടുന്നില്ല, സഹോദരന്മാരോട് മിണ്ടുന്നില്ല. അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അവരോടൊക്കെ ആയിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. ആ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളും അതുപോലെ സ്നേഹിക്കുക, എങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അപ്പോൾ ആ ഒരു വാസത്തിന് വേണ്ടി യേശുക്രിസ്തു നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വസിക്കണമെങ്കിൽ ഞാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.